ഹായ് ഡിയർ, വെൽക്കം ടു ദ വോയിസ് ഹബ്. കഴിഞ്ഞ വീഡിയോയിൽ പാരൻസിൻ്റെ ഇഷ്ടപ്രകാരം വിവാഹിതരായ വ്യക്തികൾ എന്ന ടോപ്പിക്കിലാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. അതിൽ പാരൻസിനോടാണ് സംസാരിച്ചിരിക്കുന്നത്. ആ ഒരു വീഡിയോ കണ്ട ഏതെങ്കിലും ഒരു പാരൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു. അതല്ല, ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അതിനനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടും ഈശ്വരനോടും കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ ഞാൻ അത്തരത്തിൽ വിവാഹിതരായ വ്യക്തികളോട്, അതായത് ഈ പാരൻസിൻ്റെ മക്കളോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ വിവാഹിതരായി, ചിലപ്പോൾ പുതിയതായി വിവാഹം കഴിച്ച് അവർ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാഹചര്യവുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ അത് പാരൻസിനെ മുഖവിലക്കെടുത്തുകൊണ്ട്, നിങ്ങളെന്നുള്ള വ്യക്തിയെ മുഖവിലക്കെടുത്തുകൊണ്ട്, ഈ സമൂഹത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെട്ടേ മതിയാവുകയുള്ളൂ. അതല്ല, നിങ്ങൾ വിവാഹിതരായി കുറേ വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും പൊരുത്തപ്പെട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പാർട്ണർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തൊരു പാർട്ണറായിരിക്കാം. നിങ്ങൾക്ക് മതിയായ സ്നേഹം, സപ്പോർട്ടൊന്നും നൽകാത്തൊരു പാർട്ണറായിരിക്കാം. അതല്ലെങ്കിൽ വളരെയധികം ടോക്സിക് ആയിട്ടുള്ളൊരു പാർട്ണറായിരിക്കാം. നിങ്ങളെ ശാരീരികമായും മാനസികമായും നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു പാർട്ണറായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാനോ അവരോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകാനോ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം. എന്തു തന്നെ ആയാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് മനസ്സിൽ ഒരു സമാധാനം ഇല്ലാതെ, ഒരു സന്തോഷമില്ലാത്ത ഒരവസ്ഥയായിരിക്കും. ഒന്നുകിൽ ആ പാർട്ട്ണറെ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള കുറ്റബോധമായിരിക്കും. അതല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന ഒരു എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാകും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് പുറത്ത് കടക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു പ്രോസസ്സായിട്ട് ചെയ്ത് മുന്നിലേക്ക് വരണം. അതിന് ടൈം എടുക്കും, അതിന് ക്ഷമ ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ചിലപ്പോൾ ആ ഒരു സ്നേഹവും സംരക്ഷണവും നിങ്ങൾക്ക് പാർട്ണറിൽ നിന്ന് കിട്ടുന്നുണ്ടാകില്ല. നിങ്ങളെ സ്വയം സ്നേഹിക്കേണ്ടതാണ്, സ്വയം സംരക്ഷിക്കേണ്ടതാണ്. എന്നെ സ്നേഹിക്കൂ, എന്നെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരുടെയും മുന്നിൽ പോകേണ്ടി വരരുത്. അതുപോലെ തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു ജോലി, ചെറിയ ഒരു സാലറി ആണെങ്കിൽ നിങ്ങളത് നേടിയെടുക്കാൻ ശ്രമിക്കുക. ആ ഒരു ജോലിയിലിരുന്നു കൊണ്ട് ഇപ്പോഴത്തെ ഒരു ചുറ്റുപാടിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസൊക്കെ പഠിച്ച് നിങ്ങൾ അപ് ടു ഡേറ്റായി നിങ്ങൾ മുന്നോട്ട് പോവുക. ചിലപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡഡ് ആകുമ്പോൾ, നിങ്ങൾക്ക് ഉയർച്ച വരുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ അഡ്മയർ ചെയ്താൽ മറ്റു ചിലർക്ക് മാനസികമായിട്ടുള്ള പൊരുത്തക്കേടുകളാണെങ്കിൽ അവരെ നമുക്ക് നിർബന്ധിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയാണെന്ന്. അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ചിലപ്പോൾ നിങ്ങൾ സമൂഹത്തിന് വേണ്ടി, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി, നിങ്ങളുടെ പാരൻസിന് വേണ്ടിയൊക്കെ ആയിരിക്കും ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ സമൂഹത്തെ ബഹുമാനിക്കണം, പാരൻസിനെ ബഹുമാനിക്കണം. നമ്മുടെ കുട്ടികളുണ്ട്, അവരെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എല്ലാം വേണം. പക്ഷേ എല്ലാറ്റിലുമുപരി നമ്മളെന്നുള്ളൊരു വ്യക്തിയുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ ബഹുമാനിക്കുകയും വേണം. നമ്മളെന്നുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ ഇവരെയൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കരുതിക്കൊണ്ട് തന്നെ നമ്മളെന്നുള്ള വ്യക്തിയിൽ ഒരു ഉയർച്ച കൊണ്ടുവരണം. അതിനായിട്ടാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത്. ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക, അവിടെ നിന്ന് സെൽഫ് എസ്റ്റീമിലേക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും നിങ്ങൾക്ക് ഈ ഒരു സമാധാനം, ഇതൊക്കെ നിങ്ങൾക്കൊരു ബോൾഡ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളൊന്ന് ബോൾഡാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസത്തിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനവും സന്തോഷത്തോടെ കൂടെ കിടന്നുറങ്ങാൻ സാധിക്കണമെങ്കിൽ ആ ഒരു സമാധാനവും സന്തോഷവും തരാൻ സാധിക്കുന്നത് ഈശ്വരന് മാത്രമാണ്. അതിന് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ഒരു ശക്തിയിൽ നിങ്ങളുടെ സന്തോഷവും സങ്കടവും എല്ലാം പൂർണ്ണമായും അവിടെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ സഫർ ചെയ്യുന്നൊരു വ്യക്തിയാണ് എങ്കിൽ
നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരാളോട് തുറന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പെയ്ഡ് സെഷനാണ്. തുടക്കത്തിൽ ലേഡീസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ അവൈലബിൾ ആക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മുന്നോട്ട് പോകുമ്പോൾ ജെൻസിനും കൂടി വേണ്ടിയിട്ട് നമുക്കൊരു സെഷൻ അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പെയ്ഡ് സെഷനാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാവുന്നതാണ്. നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാനൊരാൾ ആയിട്ട് ഞാനിവിടെ ഉണ്ടാകും. അതുപോലെ എന്നാലാകുന്നൊരു സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾ കേട്ട് നിങ്ങളെ സമാധാനിപ്പിക്കുവാനോ നിങ്ങൾക്കൊരു സൊല്യൂഷൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരാനോ കൂടുതലും നിങ്ങളെ കേൾക്കാൻ ഒരാളായിട്ട് ഞാൻ അവിടെ ഉണ്ടാകും. ഞാനൊരു സ്പിരിച്വൽ ഹീലർ കൂടിയാണ്. സ്പിരിച്വാലിറ്റിയിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതല്ല, നിങ്ങളൊരു പ്രാക്ടിക്കൽ ലൈഫായിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു സജഷൻസ് നൽകാനായിട്ട് എനിക്ക് സാധിക്കും. ഓക്കെ ഡിയർ, ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നമ്മൾ നൽകാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്കൊരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ ബിൽഡപ്പായി മുന്നോട്ടേക്ക് വരാമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും ഇനി അങ്ങോട്ട് വരുന്നത്. ഞാൻ ഈ ഒരു ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ടോപ്പിക്സ് കൂടുതലും ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമുള്ള വ്യക്തികളിലേക്ക് ഇത്തരത്തിലുള്ള ടോപ്പിക്കുമായിട്ട് എത്തുക എന്നുള്ളതാണ്. അവർക്കൊരു സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നമ്മളൊരു ക്ലാരിറ്റി കണ്ടെത്തിയതിന് ശേഷം, നമ്മളാലാകുന്ന വിധം ഒരു ക്ലാരിറ്റി കണ്ടെത്തിയതിന് ശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ എന്നെക്കൊണ്ടാകുന്നൊരു സഹായം എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അവയർനെസ് നൽകണം എന്നൊരാഗ്രഹത്തിലാണ് ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.